ഹായ്, അപ്പോൾ നല്ല ഫ്രഷ് മാലാൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ ഇത് കണമ്പെന്നാണ് പറയുന്നത്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ പേര് കേൾക്കുന്നത്. അപ്പോൾ ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒറ്റ സെക്കൻഡ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവനെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം തലഭാഗം ഞാൻ കറി വെക്കാൻ വേണ്ടി മാറ്റി വെക്കുക. തൻ്റെ കട്ട് ചെയ്ത് മീൻ വറക്കാനുള്ള കഷ്ണങ്ങൾ ഈ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചേർക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളവും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മീനിലേക്ക് അരപ്പ് പിടിപ്പിക്കാം. മീനൊക്കെ അരപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാനിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്പൂണോ ഫോർക്കാണ്. മീനിൻ്റെ 2 സൈഡും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇവനെ നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.